Raju, what man? Oh, hi. Good morning. Actually, we are playing. We are means I have a friend with me. Can I call? Hey Raju, come here. Come. My friends. No, not my friends. My students are waiting. Yeah, they just want to see you come. He's coming. What? He's my Who's one this? of my friend Raju. Oh, Wait a the second. He will students. come. Okay. Okay, good. Oh, are you going to teach? What are you going to teach? Today I can teach. Huh? I'll teach it here. Hey, are you ready to learn? Can I teach you? No. Yes. They also want to change. Always seeing your face and they are just irritated. Today I will take. Can I take? Okay. What do we want to learn? A story? Okay. Shall we learn a story? Okay. It's a story about me. Story about me? Yes. The topic, in your textbook, you have a chapter, Raju and the Money Tree. Have you seen? Yes. Today, I'll tell the story. Just leave that person. Always he's taking the class. Today, give me a chance to take. Yeah. Students are okay, man. So why? Hey, go. Okay. Shall we start our class? No, it's a story. Okay. Raju and the Money Tree. Do you know who is Raju? Yeah, that's me. What's the story of mine, I was living with my mom. ഞാൻ ജീവിച്ചിരുന്നത് എൻ്റെ അമ്മയുടെ കൂടെയാണ്. You know one thing? I'm a lazy person. ഞാനൊരു മടിയനായിരുന്നു. But you know one thing? It's another thing. Like, I always dreamt to become a rich person. ശല്യപ്പെടുത്തല്ലേ, പോ, ക്ലാസ് എടുക്കാണ്. എന്തൊരു ഇടങ്ങാനാണ് നിങ്ങൾ ടീച്ചറേയും കൊണ്ട്. അന്ന് ഞാൻ പഠിപ്പിച്ചാൽ പറ്റൂലേ? നല്ല അടി കൊടുക്കും കേട്ടോ. അത് പോട്ടെ. എനിക്കൊരു പ്രശ്നമുണ്ടായിരുന്നു. മടിയാണെങ്കിൽ പോലും വലിയ പൈസക്കാരനാവുന്ന കാര്യം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുമായിരുന്നു. നമ്മളും കാണാറില്ലേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ. എൻ്റെ സ്വപ്നം വലിയ പൈസക്കാരനാവുന്നതായിരുന്നു. എന്താ സംഭവിച്ചെന്നറിയോ? ഇങ്ങനെ വലിയ പൈസക്കാരനാവാൻ ഈസി ആയിട്ടുള്ള പണി ഞാൻ അന്വേഷിച്ചു നടന്നു. വാട്ട് ഐ സെർച്ച് ഡു യു നോ? ഐ സെർച്ച് ഫോർ എ ട്രീ. ഒരു മരമാണ് ഞാൻ അന്വേഷിച്ച് നടന്നത്. എന്തിനാ? കമൻ്റ് അടിക്ക, ക്ലാസ് എടുക്കുകയാണ്, കമൻ്റ് അടിക്കണ്ട. എന്താലേ? ഓക്കെ, ഐ സെർച്ച് ഫോർ എ ട്രീ. എന്താണ്? ഒരു മരം. എന്ത് മരമാണ്? വിച്ച് ട്രീ ഈസ് ഗ്രോയിങ് മണി. പണം കായ്ക്കുന്ന മരമാണ് ഞാൻ അന്വേഷിച്ച് നടന്നത്. ഐ സെർച്ച്ഡ് ഇൻ മൈ വില്ലേജ്, ഈച്ച് ആൻഡ് എവറി പ്ലേസ്. എൻ്റെ ഗ്രാമത്തിലെ മുക്കും മൂലയിലും പോലും ഞാൻ പോയിട്ട് അതിനുവേണ്ടി സെർച്ച് ചെയ്തു. എന്താ സംഭവിച്ചതെന്നറിയോ? നത്തിങ് ഹാപ്പൻഡ്. ഐ സെർച്ച്ഡ് ഓൾ ദ ടൈം ആൻഡ് ഐ വാസ് വെരി മച്ച് ടയേർഡ് ആൻഡ് ഐ സ്ലെപ്റ്റ് അണ്ടർ എ ട്രീ. ഞാൻ തളർന്നു പോയിട്ട് ഒരു മരത്തിൻ്റെ ചോട്ടിൽ കിടന്നുറങ്ങി. ആ സമയത്താണ് ഇവനെ കണ്ടത്. അപ്പോഴാണ് ഈ വിദ്വാൻ, ഇയാളെ പേരെന്താ? ഗോപിയേട്ടനാണ്. ഗോപി ചാച്ച, അങ്ങനെയാണ് എന്നെ പരിചയപ്പെടുത്തിയത്. ഈ ഗോപി ചാച്ച എൻ്റെ മുന്നിൽ വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, വൈ യു ആർ സ്ലീപ്പിംഗ് ഹിയർ, വൈ യു ആർ സോ ടയേർഡ്. എന്തിനാ ഉറങ്ങുന്നേ? സാധാരണ എന്തിനാ നമ്മളൊക്കെ ഉറങ്ങുന്നേ? ക്ഷീണം വന്നാൽ ഉറങ്ങുമല്ലേ? എന്തുകൊണ്ട് ഇത്ര ക്ഷീണം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പൈസ കായ്ക്കുന്ന മരം അന്വേഷിച്ചിറങ്ങിയതാണ്. അപ്പോൾ ഈ കള്ളൻ എന്താ ചെയ്തതെന്ന് അറിയേണ്ട അടുത്ത് അയാൾ എന്നോട് പറഞ്ഞു അയാളുടെ അടുത്ത് ആ മരം ഉണ്ടെന്ന്. ഞാനത് വിശ്വസിച്ചു. പക്ഷേ ഒരു കണക്കിന് പറഞ്ഞാൽ അത് ശരിയായിരുന്നു കേട്ടോ. അയാളുടെ കയ്യിൽ ആ മരം ഉണ്ടായിരുന്നു. ഹി ഹാഡ് ഗിവൻ എ ഫ്യൂ സീഡ്സ്. എനിക്ക് കുറച്ച് വിത്തുകൾ തന്നു ഈ ഗോപി ചാച്ച. എന്നിട്ടോ ആ വിത്തുകളുമായി ഞാൻ വീട്ടിലേക്ക് വന്നു. പക്ഷേ അതിനു മുമ്പ് ഗോപി ചാച്ച എൻ്റെ അടുത്ത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. He said that, don't tell to anyone the secret. ഈ രഹസ്യം ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. And I just want to give water for that tree every day. എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം. ഇറ്റ്സ് ഡൺ.
വെറുതെ കുറച്ച് വിത്ത് കൊണ്ടിടുക, പിന്നെ അതിൻ്റെ മേലെ കുറച്ച് വെള്ളം ഒഴിക്കുക. ഇത് ഇത്ര എളുപ്പമുള്ള പരിപാടിയല്ലേ. ഞാൻ വീട്ടിലേക്ക് വന്നു. പിറ്റേ ദിവസം തന്നെ ഞാൻ ആ വിത്തുകളൊക്കെ കുഴിച്ചിട്ടു, നല്ലോണം നനച്ചൊക്കെ കൊടുത്തു. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്നറിയോ, രാവിലെ എഴുന്നേൽക്കും, ഭക്ഷണം കഴിക്കും, പിന്നെ മടി പിടിച്ച് കിടന്നുറങ്ങും, അതിൻ്റെ ഇടയിൽ പൈസക്കാരനാവുന്ന സ്വപ്നം കാണും. ഇതായിരുന്നു എൻ്റെ ഡെയിലി റൊട്ടീൻ. അമ്മയ്ക്ക് സന്തോഷം വന്നതിന് കാരണം മോനൊരു ചേഞ്ചൊക്കെ വന്നു. മോൻ എന്തായി മാറി? ഭയങ്കര ആക്റ്റീവായിട്ടുള്ള കർഷകനായി മാറിയില്ലേ. അമ്മയ്ക്ക് സന്തോഷമായി. അതെന്തായാലും ആവട്ടെ, അമ്മമാർ സന്തോഷം അങ്ങനെയൊക്കെയാണല്ലോ കണ്ടെത്തുക അല്ലേ. മക്കൾ നന്നാവുമ്പോഴാണല്ലോ അമ്മയ്ക്കൊക്കെ സന്തോഷം ഉണ്ടാവും. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ദിവസവും ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു. അതങ്ങനെ ചെറിയൊരു ചെടിയായി, പിന്നീട് അത് മരമായി മാറി. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ഗോപി ചാച്ച പറഞ്ഞ പോലെ അതിൻ്റെ മേലെ നിന്ന് എനിക്ക് പൈസയൊന്നും കിട്ടിയില്ല. ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കും, അതിൻ്റെ ചുവട്ടിൽ പോയിരുന്നിട്ട് ഇപ്പം പൈസ വീഴും, ഇപ്പം പൈസ വീഴുമെന്ന് പറഞ്ഞ് ഞാൻ കാത്തിരുന്നു. പൈസയൊന്നും വീണില്ല. അപ്പോഴെനിക്ക് തോന്നി ഈ ഗോപി ചാച്ച എന്നെ പറ്റിച്ചതാണെന്ന്. ഹി ചീറ്റഡ് മീ. എന്നിട്ട് എന്താ സംഭവിച്ചെന്നറിയോ? ഒരു ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ ആ മരത്തിൽ വളരെ നല്ല രസമുള്ള, കാണാൻ വളരെ ഭംഗിയുള്ള കുറേ പൂക്കൾ. ആ പൂക്കളുടെ മണം എന്ന് പറഞ്ഞുണ്ടല്ലോ, അയ്യൻ്റെ സാറേ, അത്ര അടിപൊളി മണമായിരുന്നു. അങ്ങനെ കുറേ പൂക്കളുണ്ടായി, നല്ല മണമുള്ള പൂക്കൾ. എൻ്റെ ഗ്രാമത്തിലെ ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. ആ കച്ചവടക്കാരൻ പറഞ്ഞു അയാൾക്ക് ആ പൂക്കൾ വേണമെന്ന്. അയാൾ നല്ല പൈസയും തന്നു. ആ പൂക്കൾ ഞാൻ അയാൾക്ക് കൊടുത്തു. പൈസ കിട്ടിയല്ലോ. ആദ്യത്തെ പൈസ കിട്ടിയപ്പോൾ തന്നെ ഞാൻ എന്താ ചെയ്തതെന്നറിയോ? പാവൻ്റെ അമ്മയ്ക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു. അമ്മ കഷ്ടപ്പെട്ടിട്ടല്ലേ ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. അമ്മയ്ക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു. പിന്നെ ഞാനും കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി, പുതിയ ഡ്രസ്സൊക്കെ വാങ്ങി. അതിനുശേഷം എന്താ സംഭവിച്ചതെന്നറിയോ? ഈ പറിക്കാതെ വെച്ച പൂക്കളൊക്കെ കായായിട്ട് മാറി, ഫ്രൂട്ട്സ് ആയിട്ട് മാറി. ആൻഡ് ദ സെയിം ട്രേഡർ കെയിം ആൻഡ് ആസ്ക്ഡ് മീ ടു ഗിവ് ദാറ്റ് ഫ്രൂട്ട്സ്. ആ ഒരു എൻ്റെ അടുത്ത് നിന്ന് പൂക്കൾ വാങ്ങിയ ആ ആൾ ആരാണോ അയാൾ തന്നെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ആ പഴങ്ങൾ കൂടി കൊടുക്കാൻ. ആ പഴങ്ങൾ ഞാൻ കൊടുത്തു. അതിനും അയാൾ നല്ല പൈസ തന്നു. അങ്ങനെ ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ എന്തായി മാറിയെന്നറിയോ? അംബാനീനെ പോലെ ഒന്നും ആയില്ലെങ്കിലും ഐ ബിക്കെയിം എ റിച്ചസ്റ്റ് പേഴ്സൺ. ഞാൻ എൻ്റെ വീട് റിപ്പയർ ചെയ്തു, എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറി. ഐ ലിവ്ഡ് വെരി ഹാപ്പി. ബട്ട് യു നോ, one sad thing happened. ഓർക്കുമ്പോൾ ഇപ്പം തന്നെ എനിക്ക് കരച്ചിൽ വരികയാണ്. ഒരു ദിവസം ഞാൻ ഈ പൈസയൊക്കെ ചെറിയൊരു ബോക്സിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബോക്സ്, ഈ കാർഡ്ബോർഡിൻ്റെ ബോക്സ്. എൻ്റെ വീട്ടിൽ എലികളുണ്ടായിരുന്നു. എലികൾ. ഈ എലികൾ എന്നോട് ചെയ്ത ചതി എന്താണെന്ന് നിങ്ങൾക്കറിയോ? I kept that money in that box and the rats came there and they ate all the money. ആ നാശം പിടിച്ച എലികൾ വന്നിട്ട് എൻ്റെ പൈസ കുറേ തിന്നുകയും ചെയ്തു, കുറേ കരണ്ട് മുറിച്ച് കളയുകയും ചെയ്തു. പിന്നെ ആ പൈസ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. ഐ വാസ് വെരി സാഡ്. ഞാൻ വീണ്ടും ഇങ്ങനെ മടി പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു, ദേ ആ നിൽക്കുന്ന ഗോപി ചാച്ചനെ പോയി കാണാൻ. നോക്കണ്ട, അമ്മ പറഞ്ഞുകൊണ്ട് വന്നതാ. അങ്ങനെ അമ്മ പറഞ്ഞുകൊണ്ട് മാത്രം ഐ ജസ്റ്റ് വെന്റ് ടു സീ അവർ ഗോപി ചാച്ച. ഗോപി ചാച്ചൻ്റെ അടുത്ത് പോയപ്പോഴുണ്ടല്ലോ പുതിയൊരു ഐഡിയ കിട്ടി. എന്താണെന്നറിയോ? ഗോപി ചാച്ചൻ്റെ അടുത്ത് പറഞ്ഞു, യു ഡോണ്ട് വാണ്ട് ടു കീപ് ദ മണി ഇൻ യുവർ ഹോം, യു ജസ്റ്റ് ഗോ ടു ദ ബാങ്ക്. അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞതേ, പൈസ വീട്ടിൽ വെക്കണ്ട, പകരോ ബാങ്കിൽ കൊണ്ടിട്ടാ അതാണ് സേഫ്. ബാങ്കോ? എനിക്ക് എന്താണ് ആ ബാങ്ക് എന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നു. ബാങ്ക് എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ അടുത്തുള്ള മഞ്ഞ ബിൽഡിംഗ് ആണ് ബാങ്ക്. അവിടെ പോയിട്ട് കുറേ കൗണ്ടേഴ്സ് ഉണ്ടാവും, അവിടെ ആൾക്കാരുണ്ടാവും. അവരോട് പറയാ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ മതി. ദേ വിൽ ഗീവ് എ ഫോം ടു ഓപ്പൺ ആൻ അക്കൗണ്ട്. ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ഒരു ഫോം തരും. ഇഫ് നമുക്കത് എഴുതാൻ അറിയില്ല എന്ന് വിചാരിക്കുക, അപ്പോഴോ ദേ വിൽ റൈറ്റ് ഇറ്റ്. അവരെഴുതിക്കോളും, നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. ആൻഡ് നോ, ദേ വിൽ ഹെൽപ്പ് us ടു ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്. ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ അവർ സഹായിക്കും. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടോ നമ്മളുടെ കയ്യിലുള്ള പൈസയൊക്കെ ആ അക്കൗണ്ടിൽ ഇട്ട് വെക്കുക. ഗോപി ചാച്ച പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? ഈ അക്കൗണ്ടിൽ നമ്മൾ പൈസ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടും. അത്രേ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ പലിശ, അങ്ങനെ എക്സ്ട്രാ പൈസ നമുക്ക് കിട്ടും. അപ്പോൾ
ഞാൻ ചോദിച്ചു ഗോപി ചാച്ചനോട്, അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് കൂടി ഒരു അക്കൗണ്ട് തുടങ്ങിയാലോ? അമ്മ പണിയെടുക്കുന്നതാണല്ലോ, അമ്മേൻ്റെ ആ പണിയെടുത്ത് കിട്ടുന്ന പൈസയും കൂടി അതിലിടാലോ. അപ്പോൾ ഗോപി ചാച്ച പറഞ്ഞു ആർക്ക് വേണമെങ്കിലും അക്കൗണ്ട് എടുക്കാം, അമ്മയ്ക്കും എടുക്കാം, ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. അങ്ങനെ ആ കാര്യങ്ങൾ തീരും. പക്ഷേ എന്നാലും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ ബാങ്കുകാർ നമുക്ക് ഇൻട്രസ്റ്റ് തരുന്നത്, പലിശ എങ്ങനെയാണ് തരുന്നതെന്ന് അറിയണമല്ലോ. അപ്പോൾ ഗോപി ചാച്ച അതും കൂടി പറഞ്ഞു തന്നു. ഗോപി ചാച്ച പറഞ്ഞതാണ്, ഈ ബാങ്കുകാരെ നമ്മളുടെ പൈസ ആവശ്യമുള്ള ആൾക്കാർക്ക് കൊടുക്കും. ഒരു കടം കൊടുക്കൽ പരിപാടി. കടം കൊടുത്തിട്ടോ അവരുടെ അടുത്തുനിന്ന് പലിശ വാങ്ങും. ആ പലിശ എന്ത് ചെയ്യും? പൈസ ആരാണോ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നല്ല പരിപാടിയാണല്ലേ. ആ സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരൻ മണി, ആ മണി എന്ത് ചെയ്തു എന്നറിയോ, ബാങ്കിൽ പോയിട്ട് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ട്രാക്ടർ വാങ്ങാൻ വേണ്ടി. അപ്പം ഞാൻ ഗോപി ചാച്ചനോട് ചോദിച്ചു, ടു ഐ ഓൾസോ ഗെറ്റ് ദാറ്റ് ലോൺ, എനിക്കും ലോൺ കിട്ടുമോ? അപ്പോൾ ഗോപി ചാച്ച എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യം എന്താണെന്നറിയോ, ലോണൊക്കെ കിട്ടും, ആർക്കും ലോണൊക്കെ കിട്ടും, പക്ഷേ പൈസ തിരിച്ചടയ്ക്കണം. പൈസ തിരിച്ചടച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞാൻ എന്ത് ചെയ്തു, അമ്മേനെയും കൂട്ടി ബാങ്കിലേക്ക് പോയി. പിന്നെ ഉണ്ടായിരുന്ന പൈസയൊക്കെ ഞാൻ എന്ത് ചെയ്തു, ബാങ്ക് അക്കൗണ്ടിൽ അങ്ങ് സൂക്ഷിക്കാൻ തുടങ്ങി. നല്ല പരിപാടിയല്ലേ. പിന്നെ ഒരു എലിയും എൻ്റെ പൈസ തന്നിട്ടില്ല. ഐ ജസ്റ്റ് ലിവ്ഡ് ഹാപ്പിലി. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ജീവിച്ചത്. കാരണം ഒരു പ്രശ്നവുമില്ല, വീട്ടിൽ കള്ളന്മാർ വരുന്നുള്ള പ്രോബ്ലം ഇല്ല. നെവർ ദ തീവ്സ് വിൽ കം ടു അറ്റാക്ക് അസ് ബിക്കോസ് വി ഡോണ്ട് ഹാവ് മണി വിത്ത് അസ്. അല്ലേ, കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ വന്ന് അറ്റാക്ക് ചെയ്യില്ല. സെക്കൻഡ് തിങ്, ദ റാറ്റ്സ് കാൻഡ് ഈറ്റ് അവർ മണി. എലികൾക്ക് വന്നിട്ട് എൻ്റെ പൈസ തിന്നാൻ പറ്റില്ല, കാരണം പൈസ ഞാൻ ബാങ്കിൽ ലോക്കറിൽ വെച്ചു. ആൻഡ് അനദർ തിങ്, എനിക്ക് എപ്പോൾ വേണമെങ്കിലും പൈസ വേണമെങ്കിൽ അവിടെ പോയി പിൻവലിക്കാം. ഐ ക്യാൻ വിഡ്രോ ദ മണി ഫ്രം ബാങ്ക്. സോ ഇറ്റ്സ് എ സേഫ് തിങ്. ഡു യു ഹാവ് എനി ബാങ്ക് അക്കൗണ്ട്? ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ ഗോപി ചാച്ചൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഗോപി ചാച്ച എല്ലാം റെഡിയാക്കി തരും. അല്ലേ ഗോപി ചാച്ച? ആണല്ലേ, ഗോപി ചാച്ച എല്ലാം റെഡിയാക്കി തരാമെന്നാണ് പറഞ്ഞത്. ഞാനും ഗോപി ചാച്ചയും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് എൻ്റെ കഥ, മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. രാജു ആൻഡ് ദ മണി ട്രീ എന്നാണ് എൻ്റെ പേര്. രാജുവായ ഞാൻ വളരെ ലേസി ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. ഞാനെപ്പോഴും വലിയ പൈസക്കാരനാവുന്നതിനെ കുറിച്ച് മാത്രമായിരുന്നു എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത്. വൺ ഡേ ഐ വെന്റ് ഫോർ സെർച്ചിങ് എ ട്രീ വിച്ച് ഹാവ് ഗെറ്റ് മണി. അല്ലേ, പൈസ കിട്ടുന്നൊരു മരം അന്വേഷിച്ച് ഞാൻ പോയി. അപ്പോഴാണ് ഗോപി ചാച്ചനെ കണ്ടത്. ഗോപി ചാച്ചയോ എനിക്ക് കുറച്ച് വിത്തുകൾ തന്നു. ആ വിത്തുകൾ ഞാൻ കൊണ്ടു നട്ടപ്പോൾ അത് വലിയൊരു മരമായി. ദെൻ ഐ ഗോട്ട് ലോട്ട്സ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഫ്രം ദാറ്റ് ട്രീ. ഐ സോൾഡ് ഇറ്റ്. ഞാനതെല്ലാം വിറ്റു. എന്നിട്ടോ ഞാനൊരു പൈസക്കാരനായി. ബട്ട് ഐ മെറ്റ് അഗെയിൻ എ ഡിസാസ്റ്റർ. എന്തായിരുന്നു ആ ഡിസാസ്റ്റർ? ദ റാറ്റ്സ് എയ്റ്റ് മൈ മണി. എൻ്റെ പൈസ മൊത്തം ആര് തിന്നു? റാറ്റ്സ് തിന്നു. അപ്പോഴോ എഗെയിൻ ഗോപി ചാച്ച ഹെൽപ്പ് മീ. ഹൗ? ഹി ജസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് മീ ദ കോൺസെപ്റ്റ് ഓഫ് ബാങ്ക്. ബാങ്ക് എന്ന് പറയുന്ന ഒരു ആശയം എന്നിലേക്ക് കൊണ്ടുവന്ന ആരാണ്? ഗോപി ചാച്ചയാണ്. ഗോപി ചാച്ച പറഞ്ഞു, യു ക്യാൻ ഡെപ്പോസിറ്റ് മണി ഇൻ ബാങ്ക്. ജസ്റ്റ് വാണ്ട് ടു ഗോ ദെയർ ആൻഡ് ഓപ്പൺ ആൻ അക്കൗണ്ട് ആൻഡ് ഡെപ്പോസിറ്റ് ദ മണി ആൻഡ് ദേ വിൽ ഗീവ് ഇൻട്രസ്റ്റ് ഫോർ അവർ മണി. And whenever we want to withdraw our money, we can. So it's a safe one. I had done this process and right now I'm happy. Do you want a better happiness? Happiness വേണ്ടേ? എന്ത് ചെയ്യണം? വീട്ടിലെല്ലാവരോടും പറയണം, ബാങ്കിൽ പോയിട്ട് അക്കൗണ്ടൊക്കെ ഓപ്പൺ ആക്കുന്ന കാര്യമൊക്കെ അവരോടും പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ പഠിച്ചില്ലേ എങ്ങനെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കണ്ടേന്ന്? ഇനി എന്ത് ചെയ്യണം? നമ്മളുടെ വീട്ടിലുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞു കൊടുക്കണം. അല്ലേ, എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട്, ആരെങ്കിലും ചോദിക്കണമെങ്കിൽ പറയണം, എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കുമോ? എന്നാൽ ഞാൻ പോയി കളിക്കട്ടെ, ഗോപി ചാച്ച വന്നിട്ട് സംസാരിച്ചോളൂ കേട്ടോ. ഗോപി ചാച്ചയ്ക്ക് എന്തോ പറയാണ്ടെന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞു കൊടുത്തു, പോവാണ്. വാട്ട് കൈൻഡ് ഓഫ് എ പേഴ്സൺ ദാറ്റ് ഈസ്. ഒരു കമൻ്റ് അടിക്കാൻ സമ്മതിക്കില്ല അവൻ. അവനെന്താ ഇത്രയും നേരം വാദോരാതെ പറഞ്ഞുകൊണ്ടിരുന്നത്? അവൻ്റെ കഥയോ? ഒരു പൊട്ടനായിരുന്നു അവൻ, വെറും മണ്ടൻ, ലേസി, മടിയനായ ചക്കൻ. പക്ഷേ ഗുണമുണ്ട് കേട്ടോ, പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ ചെയ്തു അവൻ. അതുകൊണ്ട് ഇപ്പം ഭയങ്കര ഹാപ്പിയാണ്. കണ്ടില്ലേ, ഇപ്പം കളിച്ചുകൊണ്ടൊക്കെ നടക്കുകയാണ്. കാരണം പൈസ ഉണ്ട്. ആ പൈസ എവിടെ സൂക്ഷിച്ചെന്നാവും പറഞ്ഞേ? ബാങ്കിലാണല്ലേ. നല്ല കുട്ടിയാണ്, കുഴപ്പമൊന്നുമില്ല, ഹാർഡ് വർക്ക് ചെയ്യും. കളിച്ചു ഞാൻ വരാം, കളിക്കാൻ വിളിക്കുന്നുണ്ട്. എന്നാ ഗോപി ചാച്ച അങ്ങോട്ട്. അപ്പോൾ ശരിയേ, ബൈ. ക്ലാസ്സൊക്കെ മനസ്സിലായല്ലേ? ഇല്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ നല്ല രീതിയിലെടുത്ത്. വേണ്ടേ? അവനെ മതിയോ? അങ്ങനെ പറയരുത്. അടുത്ത പ്രാവശ്യം ഞാൻ തന്നെ വരും. അന്ന് അവൻ ഉണ്ടാവില്ല, ഓൻ ബിസിനസ് ട്രിപ്പിന് പോകാമെന്നാണ് പറഞ്ഞത്.
പിന്നെ അവസാനം അവനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല കേട്ടോ. എന്നാൽ ശരി, അടുത്ത ക്ലാസ് കാണാം. ബൈ ബൈ.